ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ പോയറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ് പഠിക്കാൻ പോകുന്നത്. നല്ലൊരു കവിത എടുത്താൽ, ഭംഗിയുള്ള കവിത വായിച്ചു കഴിഞ്ഞാൽ, നല്ല സ്റ്റോറീസൊക്കെ വായിക്കുമ്പോഴും നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ആ എഴുത്തിൻ്റെ ഭംഗി, അതിലുപയോഗിച്ചിട്ടുള്ള വിധം, എന്തൊക്കെ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്, എങ്ങനെയാണ് റീഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഏതൊരു എഴുത്തുകാരനും അയാളുടെ കവിതയാണെങ്കിലും കഥയാണെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് എഴുതാൻ തുടങ്ങുക. സ്റ്റോറീസിലാണെങ്കിലും നമ്മൾ അതിൽ എന്ത് കാണാൻ പറ്റും? സ്റ്റോറീസിൽ ഡിഫറെൻറ്റ് ഡിവൈസസ് കാണാൻ പറ്റും. വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി, ടാക്ടൈൽ, ഓൾഫാക്ടറി, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പോയട്രിയിലാണെങ്കിലും പ്രോസിലാണെങ്കിലും നമ്മൾ ഓർണമെൻ്റൽ വർക്ക്സ് അല്ലെങ്കിൽ ഡിവൈസസ് കാണാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ പോയറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നമ്മൾ അലിട്രേഷൻ, അസോണൻസ്, പെർസോണിഫിക്കേഷൻ, ഓണമറ്റോപ്പിയ, ഓക്സിമോറൻ, സിനഗ്ഡോക്കി, സിമിലി, മെറ്റഫർ എന്നുള്ള ഡിവൈസസ് ആണ് പഠിക്കാൻ പോകുന്നത്. സിമിലി മെറ്റഫറും പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും ഇന്നൊന്ന് ഓടിച്ച് നോക്കണു. സിമിലി, മെറ്റഫർ, സിനഗ്ഡോക്ക്, ഓക്സിമോറൻ, അലിട്രേഷൻ, അസോണൻസ്, personification, onomatopoeia. Welcome to the class. Alliteration. Repetition of a consonant sound. Consonant sound repeated ആയിട്ട് വരികയാണ്. 2 or more consecutive words. തൊട്ടടുത്തടുത്തായിട്ട് രണ്ടോ അതിൽ കൂടുതലോ വരികയാണെങ്കിൽ ഇങ്ങനത്തെ റിപ്പീറ്റേഷൻ യൂസേജിന് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയുന്നു. ഏത് സൗണ്ട് റിപ്പീറ്റ് ചെയ്യണം? വവ്വലല്ല, കോൺസണൻറ്റ്. പീറ്റർ പിക്ഡ് എ പാക്ക് ഓഫ്, അതിൽ പി സൗണ്ട്, പ എന്നുള്ള പ്രൊനൗൺസിയേഷൻ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ലൈനിൽ അടുത്തടുത്ത് വരുന്നതുകൊണ്ട് നമുക്കതിനെ പറയാൻ പറ്റും അലിറ്ററേഷൻ ആണെന്നുള്ളത്. ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ്, അതിൽ ട സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, അലിറ്ററേഷൻ. കോൺസണൻറ്റ് സൗണ്ട്സ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരേണ്ടത്. എ വരാൻ പാടില്ല, ബ എന്നുള്ള സൗണ്ട് വന്നോട്ടെ, സി എന്നുള്ള ക സൗണ്ട് വന്നോട്ടെ, ഡി എന്നുള്ള ഡ സൗണ്ട് വന്നോട്ടെ, ഈ വവലാണ് വരാൻ പറ്റില്ല, ഫ എന്നുള്ള എഫ് സൗണ്ട് വന്നോട്ടെ. അങ്ങനെ കോൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ലൈനിൽ രണ്ടോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അലിറ്ററേഷൻ എന്ന് നമ്മൾ പറയും. അസോണൻസ്, വവൽ സൗണ്ട്സ് ആണ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരിക. ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. ദേ ഹാവ് ദ എക്സിസ്റ്റ് ആൻഡ് ദ എൻട്രൻസ്. പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് മെൻ, വിമൻ എന്നുള്ളത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഏകദേശം സെയിം പൊസിഷനിലാണ് തോന്നുന്നുണ്ട്. മെൻ എന്നുള്ളത് നമുക്ക് അടുത്തടുത്ത് തോന്നുന്നുണ്ട്. എക്സിസ്റ്റും എൻട്രൻസും സ്റ്റാർട്ടിങ്ങിലാണ് ലെറ്റേഴ്സ് വരുന്നത്. അങ്ങനെ റിപ്പീറ്റഡ്ലി വവൽ സൗണ്ട് വരുന്നതുകൊണ്ട് അസോണൻസ് ആണ് ഇവിടുത്തെ പോയറ്റിക് ഡിവൈസ് എന്ന് പറയാൻ പറ്റും. കോൺസണൻസ്. റൈം ഓഫ് ദ ഏൻഷ്യൻറ്റ് മാരിനർ, എസ്.ടി. കോൾറിഡ്ജിൻ്റെ പോയട്രിയിൽ നിന്നും സ്റ്റിൽ ട്രീറ്റ്സ് ദ ഷാഡോ ഓഫ് ഹിസ് ഫോർ എന്നുള്ള കുറച്ച് ലൈൻസ് എടുത്തിരിക്കുകയാണ് നമ്മൾ. അതിൽ യെസ് യെസ് എന്നുള്ള വേർഡും ട് എന്നുള്ള ലെറ്ററും സ്റ്റാർട്ടിങ് വേർഡിൽ കണ്ടു. സ്റ്റിലിൽ എസ്, ഷാഡോയിൽ എസ്, ട്രിഡ്സും ദലും ട് ലെറ്റർ വന്നു. അപ്പോൾ മിഡിലും ബിഗിനിങ്ങിലും വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻഡിലാണ് വന്നിരിക്കണമെങ്കിലും വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ കോൺസൊനൻസ്. Personification. It means to give human quality to an object or living things. ഒരു വസ്തുവിനോ ജീവനില്ലാത്ത വസ്തുക്കൾക്കോ സാധനങ്ങൾക്കോ നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ക്വാളിറ്റി കൊടുക്കുമ്പോൾ ആ യൂസേജിന് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. അതായത് മാനുഷിക മൂല്യങ്ങൾ അതിന് കൊടുക്കുക, മനുഷ്യൻ്റെ സ്വഭാവ ഗുണങ്ങൾ അതിന് കൊടുക്കുക. റെയിൻ ഈസ് പാറ്റിംഗ് ഓൺ ദ ഡോർ, അല്ലെ, ഓൺ ദ വിൻഡോ എന്നൊക്കെ നമ്മൾ പറയും. മഴത്തുള്ളികൾ വന്ന് എൻ്റെ ജനൽപ്പാളികളെ കൊട്ടിയിട്ട് പോയി, അല്ലെങ്കിൽ മുട്ടി, തഴുകി എന്നൊക്കെ പറയുമ്പോൾ ഈ തഴുകി, മുട്ടി, കൊട്ടി എന്നൊക്കെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്വാളിറ്റീസാണ്. ഹ്യൂമൻ ബീയിങ് ആണ് ചെയ്യുക. നമ്മൾ വിചാരിക്കണു മഴ വന്നിട്ട് എൻ്റെ ജനൽപ്പാളികളിൽ തട്ടി വിളിച്ചു എന്നൊക്കെ വിചാരിക്കണം. ഇവിടെ സോങ് ഓഫ് ദ റെയിൻ റിട്ടേൺ ബൈ കാഹിൽ ഗിബ്രൻ എന്നുള്ള ഇത് പോയട്രി, ഐ ആം ഡോട്ടഡ് സിൽവർ ത്രെഡ്സ് ഡ്രോപ്ഡ് ഫ്രം ദ ഹെവൻ എന്നുള്ള പോയം നമ്മൾ കണ്ടു. ഐ ആം, അപ്പോൾ റെയിൻ സ്വയം പറയണ ഞാൻ തുള്ളി തുള്ളിയായിട്ട് ഒരു നൂലിഴ പോലെ, ഏത് നൂലിഴ പോലെ? വെള്ളി നൂലിഴ പോലെ ഹെവനിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുള്ള ത്രെഡാണ് എന്ന് പറഞ്ഞു, സിൽവർ ത്രെഡാണെന്ന് പറഞ്ഞു.
ഇവിടെ റെയിൻ ഈസ് പേഴ്സോണിഫൈഡ് ടു സിൽവർ ത്രെഡ് ഫ്രം ഹെവൻ. റെയിനിനെ എന്തിനായിട്ട് കൺസിഡർ ചെയ്തു? സിൽവർ ത്രെഡായിട്ട് കൺസിഡർ ചെയ്തു. ഡ്രോപ്പിംഗ് ഫ്രം ഹെവൻ, വീഴുകയാണ്. അപ്പോൾ ഓൺലി ഹ്യൂമൻ ബീങ്സ് ജംപ്, ഡ്രോപ്പ് തിങ്സ്. അപ്പോൾ ഹിയർ സംതിങ് ഈസ് ഡ്രോപ്ഡ് ഫ്രം അബവ്. പേഴ്സൺ ടു പോയ. ഇറ്റ് ഈസ് ദ യൂസേജ് ഓഫ് സൗണ്ട് വേർഡ്സ് ടു ക്രിയേറ്റ് ദ ഡ്രമാറ്റിക് ഇഫക്റ്റ്. അതേ വേർഡ്സ്, ഫോർ എക്സാമ്പിൾ ദ ബുക്ക് ഫെൽ തഡ് എന്ന് പറഞ്ഞു വയ്ക്കൂ. ബുക്ക് താഴെ മുകളിൽ നിന്ന് വീഴുമ്പോൾ തഡ് ശബ്ദത്തിൽ തന്നെ വീഴുക. ദ ബുക്ക് ഫെൽ തഡ് എന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ജിംഗ്ലിംഗ് സൗണ്ട്, ബെൽസിൻ്റെ സൗണ്ട് എങ്ങനെയാണ് അല്ലേ? ബീസ്, ഹണി ബീസിൻ്റെ സൗണ്ട് ബസ്സിങ്, ബസ്സിങ് സൗണ്ട്. ഇപ്പോൾ ബസ്സിങ് ഓഫ് ബീസ്, ജിംഗ്ലിംഗ് ഓഫ് ബെൽസ് എന്നുള്ള അതേ ശബ്ദങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓണുമറ്റോപോയിയ എന്ന് നമ്മൾ പറയണം. ഇതെല്ലാം നമ്മളുടെ റൈറ്റിങ്ങിൻ്റെ സ്റ്റൈൽ കൂട്ടാനും ഓർണമെൻ്റൽ ആക്കാനുമാണ് യൂസ് ചെയ്യണം. ഓക്സിമോൾ. When apparently contradictory terms appear in a conjunction, ശരിക്കും കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത രണ്ട് ടേംസിനെയാണ് നമ്മളിവിടെ കൂട്ടിയോജിപ്പിക്കണം. ഓൺലി ചോയ്സ്. ചോയ്സ് പറയാൻ നമുക്ക് എന്തുണ്ട്? ഒന്നിൽ കൂടുതൽ ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ ഓൺലി ചോയ്സ് അല്ലേ? ഒന്നിൽ കൂടുതൽ അവസരങ്ങളെയാണ് നമ്മൾ ചോയ്സ് എന്ന് പറയാം. പിന്നെ ഓൺലി ചോയ്സ് എന്ന് പറഞ്ഞു. സ്മോൾ ക്രൗഡ്. ക്രൗഡ് പറഞ്ഞാൽ തന്നെ തിരക്കുക എന്നാണ്. അതെങ്ങനെയാണ് സ്മോൾ ആവുക? ന്യൂസ് പറഞ്ഞാൽ തന്നെ പുതിയതായിട്ട് ഇപ്പം കിട്ടുന്ന കറണ്ടായിട്ടുള്ള ന്യൂസ് അല്ലേ? ഓൾഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും? ന്യൂസ് എപ്പോഴും കറണ്ട് റെലവൻ്റ് ആയിരിക്കും. ഓൾഡ് ന്യൂസ് എന്ന് യൂസ് ചെയ്തു. അതുപോലെ തന്നെയാണ് ഏക്കിംഗ് ജോയ്, പ്ലീസിങ് പെയിൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഏക്കിംഗ് ജോയ്, ലവ് ഇസ് എൻ ഏക്കിംഗ് ജോയ് അല്ലേ? പ്രേമം ഒരു വേദനിക്കുന്ന സുഖമുള്ളൊരു വേദനയാണ് എന്നൊക്കെ നമ്മൾ പറയും. സുഖമുള്ളൊരു നൊമ്പരമാണെന്നൊക്കെ പറയും. അപ്പോൾ എങ്ങനെ നൊമ്പരം സുഖമാവുന്നത്? അപ്പോൾ ഏക്കിംഗ് ജോയ്, പ്ലീസിങ് പെയിൻ, ഓൾഡ് ന്യൂസ്, സ്മോൾ ക്രൗഡ്, ഓൺലി ചോയ്സ് എന്നുള്ള കോൺട്രഡിക്റ്ററി ടേംസ് യൂസ് ചെയ്തിട്ട് കൺജക്റ്റ് ചെയ്തുകൊണ്ട് രണ്ട് വേർഡ്സിനെ യൂസ് ചെയ്തിട്ട് ഒരു വേർഡായിട്ട് കൺസിഡർ ചെയ്യുന്നതിനെ, കൺജക്ഷൻ ചെയ്തതിനെ ഓക്സിമോറൻ എന്നുള്ള യൂസേജ് നമ്മൾക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്, സിനക്ഡോക്കി. It's a word or phrase in which a part of something is used to refer to the whole of it. ഒരു ഭാഗം മാത്രം പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പാർട്ട് പറഞ്ഞിട്ട് ഹോൾ കാര്യത്തിന് സിമ്പൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ വീൽസ്. വെഹിക്കിൾ എന്ന മീനിങ് ഐ കെയിം ബൈ വീൽസ് അല്ലേ? വെഹിക്കിളിനെയാണ് മീൻ ചെയ്യണം. ഗ്രീൻ തംബ് മീൻസ് എ പേഴ്സൺ ഹൂ ഈസ് ഗുഡ് അറ്റ് ഗാർഡനിങ്. ഹയർ ഹാൻഡ്, വർക്കേഴ്സ്. പെൻ, എന്താ പെന്നിൻ്റെ സ്പെഷ്യാലിറ്റി? റൈറ്റർ അല്ലേ? പിന്നെ സ്വാഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഫൈറ്റർ അല്ലെങ്കിൽ സോൾജർ അല്ലേ? ബ്രെഡ് മീൻസ് ഫുഡ്. അപ്പോൾ സിനക്ഡോക്കി ഇസ് എ വേർഡ് ദാറ്റ് ഫ്രേസ് വിച്ച് ഇസ് എ പാർട്ട് ഓഫ് സംതിങ് ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു റെഫർ ടു ദ ഹോൾ ഓഫ് ഇറ്റ്. ഒരു മുഴുവൻ കാര്യത്തിന്, മുഴുവൻ വെഹിക്കിളിനെയോ ഒബ്ജക്റ്റിനെയോ പേഴ്സണിനെയോ മുഴുവനായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്നതിന് പകരം നമ്മൾ ഒരു പാർട്ട് ഓഫ് ഇറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. ഗ്രീൻ തമ്പ് എന്ന് മാത്രം പറഞ്ഞു. എ പേഴ്സൺ ഹൂ ഈസ് ഗുഡ് അറ്റ് ഗാർഡനിങ്. ഹയർ ഹാൻഡ്, ഹാൻഡ് റെപ്രസെൻറ്റ്സ് വർക്ക്. ഹയറിംഗ് ഹാൻഡ്, വർക്കേഴ്സ്. ബ്രെഡ്, എ പാർട്ട് ഓഫ്, ടു refer the whole of it. Okay, thank you. Before that, let's sum up with simile. Simile മെറ്റഫർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്ന് ഓടിച്ചു നോക്കണു. സിമിലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. ലൈക്കോ ആസോ വെച്ചിട്ടാണ് പറയുക. ആസ് ബിഗ് ആസ് എൻ എലഫൻറ്റ്, സ്വിം ലൈക്ക് എ ഫിഷ്. അവൻ നന്നായി സ്വിം ചെയ്യുന്നുണ്ട്. ആരെ പോലെ സ്വിം ചെയ്യണു? ഹി സ്വിം ലൈക്ക് എ ഫിഷ്. ഒരു ഫിഷിനെ പോലെ സ്വിം ചെയ്യണു. ഫിഷിന് ഏറ്റവും എന്ത് ക്വാളിറ്റി ഉള്ളത്? നന്നായി സ്വിം ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ട്. ഹി സ്വിം ലൈക്ക് എ ഫിഷ്. ഹി ഈസ് ഫിഷ് വെൻ ഹി റീച്ച് ദ പോണ്ട്. പോണ്ടിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ശരിക്കും ഫിഷാണ്. ഹി ലവ്സ് ടു സ്വിം. ഹി ഈസ് ബിസി ആസ് ബി. ബി എപ്പോഴും ബിസിയാണല്ലേ? ഹണി ബീസ് അതുപോലെ ബിസിയാണ്. അപ്പോൾ ലൈക്കും ആസും യൂസ് ചെയ്തിട്ടുള്ള കമ്പാരിസൺസ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ വി ടെൽ ഇറ്റ് ആസ് സിമിലി. ഇനി എന്താ മെറ്റഫർ? ഇൻഡയറക്റ്റ് കമ്പാരിസൺ ആണ്. ഹൈലൈറ്റിംഗ് എ പെർട്ടിക്കുലർ ക്വാളിറ്റി ഓഫ് ടു തിങ്സ്. രണ്ട് വസ്തുക്കളുടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്വാളിറ്റീനെ ഇൻഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്യുന്നത്, ലൈക്കോ ആസോ ഇല്ലാണ്ട് കമ്പയർ ചെയ്യുമ്പോൾ മെറ്റഫർ. ദ ഫീൽഡ് ആൻഡ് ക്ലൗഡ്സ് ആർ ലവേഴ്സ്. ഫീൽഡും
ക്ലൗഡും ആരാണ്? ലവേഴ്സാണ്. ലവേഴ്സിനെ പോലെയാണ്. ലൈക്ക് ലവേഴ്സ്. ഫീൽഡ് ആൻഡ് ക്ലൗഡ്സ് ആർ ലൈക്ക് ലവേഴ്സ് ഓർ ആസ് ലവേഴ്സ് എന്ന് പറയുന്നതിന് പകരം രണ്ടിൻ്റെയും ക്വാളിറ്റി എടുത്തിട്ട് പറഞ്ഞിരിക്കുന്നു ദേ ആർ ലവേഴ്സ്. ഇതൊരു പോയട്രിയിലത്തെ ലൈനാണ്. ഷീ ഈസ് എൻ ഏഞ്ചൽ എന്നൊരു ഗേളിനെ പറ്റി പറയുകയാണെങ്കിൽ ഷീ ഈസ് ലൈക്ക് എൻ ഏഞ്ചൽ, ഷീ ലുക്സ് ലൈക്ക് എൻ ഏഞ്ചൽ, ഷീ ബിഹേവ്സ് ലൈക്ക് എൻ ഏഞ്ചൽ. ഷീ ഈസ് എൻ ഏഞ്ചൽ മീൻസ് ഷീ ഈസ് കമ്പയർഡ് ടു എൻ ഏഞ്ചൽ. അപ്പോൾ രണ്ട് ക്വാളിറ്റി, എന്തൊക്കെ പോസിറ്റീവ് ക്വാളിറ്റിയാണോ ഏഞ്ചലിനുള്ളത് അതെല്ലാം ഈ കുട്ടിക്കുണ്ട്. ഷീ ഈസ് ലൈക്ക് എൻ ഏഞ്ചൽ, ഷീ ഈസ് സോഫ്റ്റ് കോർണർ, ഷീ ഈസ് ഹെൽപ്പിംഗ് ഹാൻഡ്. അപ്പോൾ മെറ്റഫർ ഇവിടെ യൂസ് ചെയ്തു, ലൈക്കും മാസും ഇല്ലാണ്ട്. അതേസമയം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ലൈക്ക് യൂസ് ചെയ്തും കൊണ്ട് സിമിലി, ലൈക്ക് യൂസ് ചെയ്യാണ്ട് കമ്പയർ ചെയ്ത് ഇൻഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്തതുകൊണ്ട് മെറ്റഫർ. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഹെൽപ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടി കാണിക്കരുത്. താങ്ക് യു.